ബിസിനസ് രംഗത്ത് പുതിയ ചുവടുവെപ്പുമായി കുട്ടനാട് കേബിൾ വിഷൻ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി KCVയുടെ നേതൃത്വത്തിൽ ആരംഭിക്കുന്ന സൗരോർജ്ജ പദ്ധതിയുടെ ഉദ്ഘാടനം തിങ്കളാഴ്ച ചങ്ങനാശ്ശേരിയിൽ നടന്നു. കേരള വിഷനു കീഴിൽ ആലപ്പുഴ, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിൽ ഇന്റർനെറ്റ് കേബിൾ TV രംഗത്ത് ശക്തമായ സാന്നിധ്യം അറിയിച്ച് നിലകൊള്ളുന്ന കുട്ടനാട് കേബിൾ വിഷൻ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ബിസിനസ് രംഗത്ത് ഒരു ചുവടുവെപ്പ് കൂടി നടത്തുകയാണ്. സബ്സിഡിയോടുകൂടി സോളാർ പാനൽ സ്ഥാപിച്ചു നൽകുന്ന പദ്ധതിക്ക് തിങ്കളാഴ്ച തുടക്കം കുറിച്ചു. വൈദ്യുതി ബിൽ കുതിച്ചുയരുന്ന ഈ കാലത്ത് സാധാരണക്കാരായ തങ്ങളുടെ ഉപഭോക്താക്കൾക്ക് ഏറെ പ്രയോജനം ലഭിക്കും വിധമാണ് പദ്ധതി വിഭാവനം ചെയ്തിട്ടുള്ളത്. സോളാർ പാനൽ സ്ഥാപിക്കുന്നതിന് സബ്സിഡി ലഭ്യമാക്കുന്നതിനൊപ്പം ഒരു വർഷത്തേക്ക് കേബിൾ TV വരിസംഖ്യയും സൗജന്യമായി നൽകുന്നുണ്ട്. KCVയുടെ പുതിയ പ്രൊജക്ടിന്റെ ഉദ്ഘാടനം ചങ്ങനാശ്ശേരി തുരുത്തി അജന്ത ഹോട്ടൽ ഓഡിറ്റോറിയത്തിൽ തിങ്കളാഴ്ച നടന്നു. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കുട്ടനാട് സൗത്ത് മേഖലാ സെക്രട്ടറി PK ഷാജു, സൗത്ത് ട്രഷറർ KV സേവ്യറിന് നൽകി പദ്ധതിയുടെ പോസ്റ്റർ പ്രകാശനം നിർവഹിച്ചു. ചടങ്ങിൽ കുട്ടനാട് കേബിൾ വിഷൻ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ചെയർമാൻ ജോമോൻ ആന്റണി അധ്യക്ഷനായിരുന്നു. പഴയ രീതി മാറി. ആൾക്കാർ കറക്റ്റ് 9 മണിക്ക് അവിടെ ഇരുന്ന് TV കാണുക എന്ന് പറഞ്ഞാൽ പ്രായമുള്ളവരൊക്കെ ഉള്ളൂ. ഇപ്പോഴത്തെ പുതുതലമുറ അങ്ങനെ ആ സമയത്ത് പോയിരുന്ന് കാണാനായിട്ടുള്ള എന്നാൽ നമ്മുടെ ന്യൂസിന് വാല്യൂ ഇല്ലാഞ്ഞിട്ടല്ല. അപ്പൊ നമ്മള് ഈ 9 മണിക്ക് നമ്മുടെ ചാനലിലും ഫേസ്ബുക്കിലും യൂട്യൂബിലും ഒരേ ടൈമിൽ പബ്ലിഷ് ചെയ്യുന്ന രീതിയിലേക്ക് നമ്മുടെ ചാനലിൽ ഒന്ന് അപ്ഗ്രേഡ് ചെയ്തു. KCV MD ബോയിൻ ജോസഫ്, ഡയറക്ടർമാരായ N സതീഷ് കുമാർ, ഹരികൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. കുറഞ്ഞ നിരക്കിൽ ഗുണമേന്മയുള്ള സോളാർ പാനലുകൾ ഉപഭോക്താക്കൾക്ക് ലഭ്യമാക്കുന്നതിനൊപ്പം കുറഞ്ഞ പലിശയിൽ ദീർഘകാലത്തേക്കുള്ള വായ്പാ സൗകര്യവും നൽകുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് 0477 2080 എന്ന നമ്പറിലോ 8078590024 എന്ന നമ്പറിലോ ബന്ധപ്പെടാവുന്നതാണ്. കിഴിവുകൊള്ളയ്ക്കെതിരെ കോട്ടയം പാടി മാർക്കറ്റിംഗ് ഓഫീസിനുള്ളിൽ കർഷകരുടെ പ്രതിഷേധം. നെൽകർഷക സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിലാണ് കർഷകർ ഉപരോധ സമരം നടത്തിയത്. നെൽകാർഷിക മേഖലയിലെ പ്രശ്നങ്ങൾ ശാശ്വതമായി പരിഹരിക്കുക, കിഴിവുകൊള്ള അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് നെൽകർഷക സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ കർഷകർ കോട്ടയം പാടി ഓഫീസ് ഉപരോധിച്ചത്. 14 ദിവസത്തിലേറെയായി കൊയ്ത നെല്ല് പാടത്താണെന്ന് കർഷകർ പറയുന്നു. ഞങ്ങളുടെ നെല്ല് കൊയ്തിട്ട് ഏകദേശം ഇന്ന് 14 ദിവസമാകുന്നു. കഴിഞ്ഞ വർഷം ഞങ്ങളുടെ ഇന്ന് 1 കിലോ പോലും നെല്ലിന് കിഴിവ് മേടിക്കാനുള്ള സാഹചര്യത്തില്ല. ഇത്തവണ 15 കിലോയാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടേക്കുന്നത്. ഒരു തുള്ളി പോലും മഴ പെയ്യാതെ കൊയ്ത നെല്ലുന്ന നെല്ലാണിത്. കാരണം കരയ്ക്ക് കയറി കഴിഞ്ഞാൽ വീണ്ടും മഴ പെയ്യുന്നുണ്ട്. ഞങ്ങൾക്ക് കൊടുക്കാനായിട്ട് സാഹചര്യം ഇതിനെ വന്നിട്ടില്ല. 15 കിലോ കിഴിവ് കൊടുത്തിട്ട് ഞങ്ങൾ ഈ നെല്ല് എങ്ങനെ വിറ്റ് മുതലാക്കിയെടുക്കും? ഈ ഒരു ബംഗാളിക്ക് പോലും ഇപ്പോൾ 1000 രൂപയ്ക്ക് മേലെ കൂലിയായിരിക്കുന്ന സാഹചര്യത്തിൽ ഞങ്ങൾ ഇതെങ്ങനെ കൊയ്തെടുക്കും? ഉദ്യോഗസ്ഥരും മില്ലുടമകളുമായുള്ള അവിശുദ്ധ കൂട്ടുകെട്ടാണ് കാർഷിക മേഖലയിലെ പ്രതിസന്ധിക്ക് കാരണമെന്ന് നെൽകർഷക സംരക്ഷണ സമിതി നേതാക്കൾ ആരോപിക്കുന്നു. അത് ചില ഉദ്യോഗസ്ഥന്മാരും ജില്ലാ ഭരണകൂടവും ചേർന്ന് നടത്തുകയാണ്. പാടി ഉദ്യോഗസ്ഥന്മാരും ഈ മറ്റ് ഉയർന്ന ഉദ്യോഗസ്ഥന്മാരും സിവിൽ സപ്ലൈസിലെ ഉദ്യോഗസ്ഥന്മാരും ചേർന്ന് പാടശേഖരങ്ങളിൽ നിന്നും നെല്ല് സംഭരിക്കുന്നതിൻ്റെ പേരിൽ കിഴിവ് കൊള്ള നടത്തുന്ന സമ്പ്രദായം അവസാനിപ്പിക്കണം. എത്രയോ പാവപ്പെട്ട ആളുകൾ കൃഷി ചെയ്ത നെല്ലാണ് ഇത്രയും കാലമായിട്ടും സംഭരിക്കാൻ കഴിയാതെ എടുക്കുന്നത്. എന്തിനാണ് ഇത്തരം ഓഫീസർമാർ, എന്തിനാണ് ഇത്തരം സംവിധാനം ഏർപ്പെടുത്തിയിരിക്കുന്നത്? നിസ്സാരമായി സംഭരിപ്പിക്കാൻ കഴിയുന്ന നെല്ല് 34 ദിവസം മുതൽ 15 ദിവസം മുതൽ 34 ദിവസം വരെയായ നെല്ല് ഈ ജില്ലയിലടക്കം കെട്ടിക്കിടക്കുകയാണ്. 6 മാസത്തെ കഠിനാധ്വാനമാണ് ഈ മഴയത്ത് തകർന്നടിയുന്നത്. കൊയ്തിട്ടിട്ട് 38 ദിവസങ്ങൾ വരെയായി മൂട കൂട്ടിയിട്ടിരിക്കുകയാണ്. സർക്കാർ തിരിഞ്ഞു നോക്കുന്നു. ഇപ്പോൾ പെയ്യുന്ന മഴയത്ത് ഒഴുകി വരുന്ന വെള്ളം മൂടയ്ക്കടിയിലേക്ക് പോകുമ്പോൾ അടിഭാഗത്തുള്ള നെല്ലുകളെല്ലാം കിളുക്കും. സ്വാഭാവികമായി കിളുത്ത നെല്ലെടുക്കാനായിട്ട് നെല്ലുടമകൾ തയ്യാറാകുകയില്ല. കോട്ടയം DCC പ്രസിഡന്റും കർഷകനുമായ നാട്ടകം സുരേഷ്, നെൽകർഷക സംരക്ഷണ സമിതി രക്ഷാധികാരി VJ ലാലി, NKSS സംസ്ഥാന പ്രസിഡന്റ് റജീന അഷ്റഫ്,
ജനറൽ സെക്രട്ടറി സോണിച്ചൻ പുളിങ്ങുന്ന്, വർക്കിംഗ് പ്രസിഡന്റ് PR സതീശൻ, വൈസ് പ്രസിഡന്റുമാരായ ലാലിച്ചൻ പള്ളിവാതുക്കൽ, സുനു P ജോർജ്, മാത്യൂസ് കോട്ടയം തുടങ്ങിയവർ ഉപരോധ സമരത്തിന് നേതൃത്വം നൽകി. കിഴിവുകൊള്ളയ്ക്കെതിരെ കർഷകർ നടത്തിയ സമരത്തിനിടെ വൈകാരികമായ ചില രംഗങ്ങളുമുണ്ടായി. 81 വയസ്സുള്ള CA ചിന്നമ്മ എന്ന കർഷക കുട്ടനാട്ടിൽ ദുരിതം അനുഭവിക്കുന്ന കർഷകരുടെ ആകെ പ്രതീകമായി മാറി. പത്താം നിമിഷം വന്നു, 14-ാം തീയതി വരെ കൊയ്തു. ആദ്യം തൊട്ട് മഴയും വെള്ളവുമായിട്ട് കിടക്കുകയാണ്. ഞങ്ങൾക്കൊരു നിവൃത്തിയില്ല. 15 കിലോയാണ് അവർ ആവശ്യപ്പെടുന്നത്, കിഴിവ് ആവശ്യപ്പെടുന്നത്. അത് കൊടുത്താൽ പിന്നെ ഞങ്ങൾക്ക് എന്ത് കിട്ടും? എങ്ങനെ കിട്ടും? ഞങ്ങൾ കഷ്ടപ്പെട്ട് പടുത്തു. ഇന്നലെ നെല്ല് വാരി കയറ്റിയപ്പോൾ മഴ വെള്ളമല്ല വീണത്, കണ്ണുനീരാണ് പൊലിപ്പുറത്ത് വീണത്. സഹിക്കാൻ മേല. ഞങ്ങളോട് എന്തിനു ഈ ദ്രോഹം ചെയ്യുന്നു? അറിയൂ, പറയും. ഞങ്ങൾ എന്തിനാ ഈ ദ്രോഹം ചെയ്യുന്നത്? നെല്ലെടുത്തുകൊണ്ട് പോകാൻ കഴിവില്ലെങ്കിൽ കൃഷി ചെയ്യിക്കണ്ടെന്ന് വയ്യേ. രാവിലെ വന്ന് നിൽക്കാൻ തുടങ്ങിയതാണ്. ഇനി നെല്ല് ഉണങ്ങാൻ കിടക്കുകയാണ്. തീരുമാനം ഉണ്ടായിട്ടേ പോകുന്നുള്ളൂ. അല്ലേ ഞാനിവിടെ ഇരിക്കും. അല്ലേ ഞാൻ കടം വാങ്ങിച്ചും പലിശയ്ക്കും മേടിച്ചുമാണ് ഈ കൃഷി ചെയ്യുന്നത്. എൻ്റെ ഭർത്താവ് മരിച്ചിട്ട് 30 വർഷത്തോളമായി. ഞാനും എൻ്റെ മൂത്ത മകനും അവന് സുഖമില്ലാത്തതാണ്. ഞാനാണ് കഷ്ടപ്പെടുന്നത്. ഒരു ദിവസം പോലും കണ്ടെത്തി മറിഞ്ഞു വീഴാത്ത ദിവസങ്ങളില്ല. ഞാൻ അത്ര കഷ്ടപ്പെട്ടാണ് ഞാൻ ജീവിക്കുന്നത്. കർഷക തൊഴിലാളിയായിരുന്ന ചിന്നമ്മ ഉറുമ്പ് അരിമണി ശേഖരിക്കും പോലെ കഷ്ടപ്പെട്ട് വാങ്ങിയതാണ് 1.5 ഏക്കർ നിലം. ഇവിടെ ഈ പ്രായത്തിലും എല്ലുമുറിയെ പണിയെടുത്ത് വിളയിച്ച നെന്മണികളാണ് സംഭരിക്കാൻ ആളില്ലാതെ നശിക്കുന്നത്. ഈ കണ്ണീർ കുട്ടനാട്ടിലെ കർഷകരുടെ ആകെ കണ്ണീരായി മാറുകയാണ്. സംഭരണം കാര്യക്ഷമമാക്കാൻ ശക്തമായ ഇടപെടൽ ആവശ്യമുണ്ടെന്നാണ് സമരത്തിനെത്തിയ ഓരോ കർഷകനും പറയുന്നത്. വികസന പ്രവർത്തനങ്ങളിൽ രാഷ്ട്രീയമില്ലെന്നും നാടിന്റെ പുരോഗതിയാണ് ലക്ഷ്യം വെക്കുന്നതെന്നും മന്ത്രി സജി ചെറിയാൻ. തിരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ മാത്രമാണ് കക്ഷി രാഷ്ട്രീയമുള്ളത്. അത് കഴിഞ്ഞാൽ പിന്നെ എല്ലാവരുടെയും പ്രതിനിധിയാണെന്നും മന്ത്രി പറഞ്ഞു. മാന്നാർ ഗ്രാമപഞ്ചായത്ത് കുട്ടമ്പേരൂർ 12-ാം വാർഡിൽ 30 ലക്ഷം രൂപ വിനിയോഗിച്ച് നവീകരണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ച കുന്നക്കാട്ടുകുളത്തിന്റെ ഉദ്ഘാടനവും കുട്ടമ്പേരൂർ കുടുംബക്ഷേമ ഉപകേന്ദ്രത്തിന്റെ ശിലാസ്ഥാപനവും നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു സജി ചെറിയാൻ. കുന്നക്കാട്ടുകുളത്തിനോട് ചേർന്നുള്ള പഞ്ചായത്ത് വക സ്ഥലത്ത് മിനി പാർക്കും ഓപ്പൺ ഓഡിറ്റോറിയവും നിർമ്മിക്കുന്നതിനായി ഫണ്ട് അനുവദിക്കണമെന്ന വാർഡ് മെമ്പർ അജിത് പഴവൂരിന്റെ ആവശ്യം പരിഗണിക്കുമെന്ന് മന്ത്രി അറിയിച്ചു. ഈ 7 വർഷം കൊണ്ട് പറഞ്ഞ കാര്യങ്ങളെല്ലാം നടപ്പാക്കാൻ പരമാവധി പരിശ്രമിച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഞാൻ 2018 മത്സരിക്കുമ്പോൾ തന്നെ ഞാൻ ഒരു കാര്യം പറഞ്ഞു. വികസനത്തിൻ്റെ കാര്യത്തിൽ രാഷ്ട്രീയമില്ല. ആര് വോട്ട് ചെയ്തു എന്നതിൻ്റെ അടിസ്ഥാനത്തിലല്ല വികസനം. ഒരാൾ വിജയിച്ചു കഴിഞ്ഞാൽ എല്ലാവരുടെയും MLA ആണ്, അല്ലെങ്കിൽ എല്ലാവരുടെയും MP ആണ്. കക്ഷി രാഷ്ട്രീയം നോക്കാൻ പാടില്ല. കക്ഷിയും രാഷ്ട്രീയവും ജനാധിപത്യ പ്രക്രിയയിൽ ഉണ്ടാവും. അത് തെരഞ്ഞെടുപ്പ് ഘട്ടത്തിലാണ്. അതുകൊണ്ട് എനിക്കൊരു ദുഃഖമില്ല. കാരണം പറഞ്ഞ കാര്യം അതുപോലെ തന്നെ പ്രാവർത്തികമാക്കി. എന്നോട് പല ആളുകളും എൻ്റെ പാർട്ടിയിൽപ്പെട്ടവരും പറഞ്ഞിട്ടുണ്ട്, ചോദിച്ചിട്ടുണ്ട്, ഇങ്ങനെയൊക്കെ നമ്മളെടുത്താൽ നമ്മുടെ ആളുകൾക്കൊരു പ്രയാസം വരുമോ? CPM-ന്റെ പഞ്ചായത്ത് മെമ്പർമാരൊക്കെ ജയിച്ചിവിടെ നിൽക്കുകയല്ലേ, അവരൊക്കെ പ്രയാസപ്പെടത്തില്ല. അപ്പം ഞാൻ അന്ന് മറുപടിയും പറഞ്ഞു, CPM-ന്റെ മെമ്പറും കുഴപ്പമില്ല, കോൺഗ്രസിൻ്റെ മെമ്പറും കുഴപ്പമില്ല, BJP-ക്കാരനും കുഴപ്പമില്ല, ആരാണോ അവർക്ക് ആർക്കും കുഴപ്പമില്ല, ജനങ്ങൾക്ക് കുഴപ്പം വരാതെ നമ്മൾ സൂക്ഷിച്ചാൽ മതി. മന്ത്രി സജി ചെറിയാൻ അനുവദിച്ച 42 ലക്ഷം രൂപ വിനിയോഗിച്ചാണ് കുട്ടമ്പേരൂർ കുടുംബക്ഷേമ ഉപകേന്ദ്രം നിർമ്മിക്കുന്നത്. ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TV രത്നകുമാരി അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുകുമാരി തങ്കച്ചൻ, ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ BK പ്രസാദ്, ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ ശാലിനി രഘുനാഥ്, VR ശിവപ്രസാദ്, വാർഡ് മെമ്പർ അജിത് പഴവൂർ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ തോമസ് ചാക്കോ, ICDS സൂപ്പർവൈസർ ജ്യോതി J, മാന്നാർ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ചിത്ര സാബു, വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു. ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ച് ലോറി കത്തി നശിച്ചു. വിയപുരം മുറിഞ്ഞ പുഴയ്ക്കൽ പാലത്തിനടിയിൽ പാർക്ക് ചെയ്തിരുന്ന കൊയ്ത്ത് യന്ത്രം കൊണ്ടുവന്ന ലോറിയാണ് കത്തി നശിച്ചത്. വൻ ദുരന്തം ഒഴിവായത് തലനാരിഴയ്ക്ക്. തിങ്കളാഴ്ച ഉച്ചയോടെയായിരുന്നു സംഭവം. തമിഴ്നാട് സേലത്ത് നിന്നും കൊയ്ത്ത് യന്ത്രം കൊണ്ടുവന്ന TN 72 AF 8440 ലോറിയാണ് ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ച് പൂർണ്ണമായും അഗ്നിക്കിരയായത്. രാവിലെ ജീവനക്കാർ ലോറിയിൽ ഭക്ഷണം പാകം ചെയ്ത ശേഷം
അവിടെ നിന്ന് പോയിരുന്നു. മറ്റൊരു ജീവനക്കാരൻ വേറൊരു ലോറിയിൽ ഉറക്കത്തിലുമായിരുന്നു. അതിനാൽ വൻ ദുരന്തം ഒഴിവായി. ഹരിപ്പാട് ഫയർഫോഴ്സ് അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ മുഹമ്മദ് താഹ, വിയവരം പോലീസ് എന്നിവരുടെ നേതൃത്വത്തിൽ തുടർ നടപടികൾ സ്വീകരിച്ചു. മങ്കൊമ്പ് MS സ്വാമിനാഥൻ നെല്ല് ഗവേഷണ കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ ചേർത്തല താലൂക്കിലെ പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട 100 കർഷകർക്ക് കാർഷിക ഉപാധികൾ, തെങ്ങിൻ തൈകൾ, പച്ചക്കറി വിത്ത് എന്നിവ വിതരണം ചെയ്തു. വിതരണ ഉദ്ഘാടനം ചേർത്തല നഗരസഭാ അധ്യക്ഷ ഷേർലി ഭാർഗവൻ നിർവഹിച്ചു. ഓൾ ഇന്ത്യ കോർഡിനേറ്റഡ് റിസർച്ച് പ്രോജക്റ്റ് ഓൺ റൈസിന്റെ ഭാഗമായിട്ടാണ് പരിപാടി സംഘടിപ്പിച്ചത്. ചേർത്തല ടൗൺ ഹാളിൽ തിങ്കളാഴ്ച നടന്ന പരിപാടിയിൽ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശോഭ ജോഷി അധ്യക്ഷത വഹിച്ചു. മങ്കൊമ്പ് നെല്ല് ഗവേഷണ കേന്ദ്രം മേധാവി ഡോക്ടർ M സുരേന്ദ്രൻ പദ്ധതി വിശദീകരിച്ചു. വാർഡ് കൗൺസിലർ അജിത്, കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ ഷൈജ, ഡോക്ടർ ബിന്ദു PS, ഡോക്ടർ ബിജു ജോസഫ് തുടങ്ങിയവർ സംസാരിച്ചു. JCA 4 കോടിയുടെയും ചോയ്സ് റെസിഡൻസ് അസോസിയേഷന്റെയും റേഡിയോ മീഡിയ വില്ലേജ് കൊല്ലാപുരം സ്റ്റേഷന്റെയും സംയുക്താഭിമുഖ്യത്തിൽ സൗജന്യ തൈറോയിഡ് ദന്ത പരിശോധന ക്യാമ്പ് നടന്നു. പായിപ്പാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KD മോഹനൻ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. ഇന്ന് പരിശോധന നടത്തിയാൽ നാളെ അതിന്റെ റിസൾട്ട് ഇപ്പം പെട്ടെന്ന് 2 ദിവസത്തേക്ക് റിസൾട്ട് കിട്ടും. അപ്പൊ അതെല്ലാം കൃത്യമായിട്ട് ഈ സൗജന്യം എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ ചില ആൾക്കാർക്ക് പുച്ഛമാണ്. ആ സൗജന്യം അവിടെ ഒരു പരിശോധനയുണ്ട്, അത് തൈറോയിഡിന്റെ പരിശോധന, അല്ലെങ്കിൽ പല്ലിന്റെ ഒരു പരിശോധന, അല്ലെങ്കിൽ കണ്ണിന്റെ ഒരു പരിശോധന എന്നൊക്കെ ഒരു പുച്ഛത്തോടു കൂടി നമ്മുടെ ചില ആൾക്കാർ, നമുക്കറിയുന്ന നമ്മുടെ ആൾക്കാരെല്ലാം വളരെയേറെ ജീവിത പ്രയാസങ്ങളും ബുദ്ധിമുട്ടുമൊക്കെ നേരിട്ടുകൊണ്ടിരിക്കുന്ന കാലയളവാണ്. അതുകൊണ്ട് ഒരുമാതിരിപ്പെട്ട ചെറിയ അസുഖമൊന്നും വന്നാൽ പ്രത്യേകിച്ച് സ്ത്രീകൾ മരുന്ന് വാങ്ങാറില്ല. ഭർത്താവിനും കുട്ടികൾക്കും ചെറിയ അസുഖം വന്നാൽ പെട്ടെന്ന് അവരെ പറഞ്ഞു വിടും. പക്ഷെ സ്ത്രീകൾ അവർ ചെറിയ വേദനകളോ ചെറിയ ബുദ്ധിമുട്ടോ ഒന്നും അവർ അറിയിക്കാറുമില്ല. അറിയിച്ചാൽ അതിന് മരുന്നും വാങ്ങാറില്ല. അതെല്ലാം അവർ വളരെ ലാഘവത്തോടുകൂടി കാണും. അതുകൊണ്ട് ഇത്തരം സന്ദർഭങ്ങളിൽ ഇതെല്ലാം പ്രയോജനപ്പെടുത്താൻ നമ്മുടെ വീട്ടുമുറ്റത്തേക്ക് വരുന്ന ഇത്തരം പരിശോധനകൾ, ആരോഗ്യപരമായ സേവനങ്ങൾ പ്രയോജനപ്പെടുത്താൻ നമ്മൾക്ക് കഴിയണം. പായിപ്പാട് പഞ്ചായത്ത് 14-ാം വാർഡിൽ കൊല്ലാപുരം അംഗൻവാടിയിൽ നടന്ന പരിപാടിയിൽ JCA 4 കോടി പ്രസിഡന്റ് ടോൺസി വർഗീസ് അധ്യക്ഷത വഹിച്ചു. ചോയ്സ് റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് ജോഷി കൊല്ലാപുരം ആമുഖ സന്ദേശം നൽകി. ഗ്രാമപഞ്ചായത്ത് അംഗം ഡാർലി ടെജി മുഖ്യ സന്ദേശം നൽകി. രഞ്ജു C മാത്യു, ജസ്വിൻ മാത്യു എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ ആശാപ്രവർത്തക KG ശ്രീദേവിയെ ആദരിച്ചു. മഹിളാ ഐക്യവേദിയുടെ ആഭിമുഖ്യത്തിൽ മാതൃത്വം തന്നെ നേതൃത്വം എന്ന പേരിൽ ശില്പശാല സംഘടിപ്പിച്ചു. ഞായറാഴ്ച കാവാലം സൺ സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി ഡോക്ടർ KV സരസ്വതി ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. നമ്മളുടെ ശ്രമം ഉപേക്ഷിക്കാതെ 100% അതിൽ പ്രവർത്തിച്ചുവെങ്കിൽ പിന്നീട് സംഭവിക്കുന്നതിനെയാണ് നമ്മൾ പറയുന്നത് നിയോഗമാണ്. അത് യോഗമാണ്. എന്ത് ചെയ്യാൻ പറ്റും? പക്ഷേ ഒന്നും ചെയ്യാതെ ഞാൻ എൻ്റെ കുട്ടികളുടെ നേരെയുള്ള എൻ്റെ വീട്ടിലെ കുട്ടികളും ഇവിടെ ഇരിക്കുന്നതായ സമൂഹത്തിൽ ആരെയെല്ലാം ഞാൻ കാണുന്നുണ്ടോ ആ കുട്ടികളെയൊക്കെ എന്നാൽ പറ്റുന്ന വിധത്തിൽ ഉള്ള രീതിയിൽ ഒരു ഡയറക്ഷൻ എന്നുള്ള അത്യാവശ്യമുണ്ട്. ഒരു സിനിമ കാണുമ്പോൾ ഞാൻ ഏറ്റവും അധികം ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന കാര്യമാണ്. നിങ്ങൾ പലർക്കും പല അഭിപ്രായമാണ്. ചിലർ സിനിമയുടെ കഥ എന്താണെന്ന് നോക്കും, ചിലർ സിനിമയിലെ പാട്ടുകൾ നോക്കും, ചിലർ അതിലെ ഡയലോഗ് നോക്കും. അങ്ങനെ പല ഇത് കൂടുമ്പോഴാണല്ലോ ഒരു സിനിമയാവുന്നത്. എനിക്കതിൽ ഏറ്റവും ഇഷ്ടം ഡയറക്ടർ എന്ന പോസ്റ്റ്. കാരണം സിനിമയിലെ ഡയറക്ടർ ചെയ്യുന്നത് വളരെ വൈദ്യമായിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആയിരിക്കാം. പക്ഷേ ഹൗ ഈസ് ഡയറക്ടിങ് ഈസ് മോർ ഇമ്പോർട്ടന്റ് ദാൻ വാട്ട് ഈസ് ദ മാറ്റർ. ഉദ്ഘാടനത്തെ തുടർന്ന് നവോത്ഥാനത്തിൽ നാരീശക്തി എന്ന വിഷയത്തെ അടിസ്ഥാനമാക്കി ക്ലാസ് നയിച്ചു. മഹിളാ ഐക്യവേദി ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് അംബിക പണിക്കർ അധ്യക്ഷത വഹിച്ചു. പഞ്ചദള പ്രവർത്തനങ്ങളെക്കുറിച്ച് സംസ്ഥാന സെക്രട്ടറിയും പ്രഭാരിയുമായ ഉഷ നമ്പൂതിരി വിശദീകരിച്ചു. സംഘടനയെക്കുറിച്ചും എങ്ങനെ ഒരു നല്ല സംഘാടകയാകാം എന്നതിനെക്കുറിച്ചും സംസ്ഥാന ഉപാധ്യക്ഷയും സഹപ്രഭാരിയുമായ ദീപ ഉണ്ണികൃഷ്ണൻ സംസാരിച്ചു. ജില്ലാ രക്ഷാധികാരി അംബിക ഹരിഹരൻ, രോഹിണി അമ്മ, സിന്ധു പാർത്ഥസാരഥി, മിനിലാൽ, വിജയലക്ഷ്മി എന്നിവരും വിവിധ വിഷയങ്ങളെ അധികരിച്ച് സംസാരിച്ചു. ഇന്നലകളിൽ ഇന്ന്
തീയതിയിൽ കഴിഞ്ഞ കാലത്തിന്റെ നാൾ വഴികളിലെ പ്രധാനപ്പെട്ട ഒരു സംഭവത്തെക്കുറിച്ച് ഒരു ലഘു വിവരണം. ഇന്നലകളിൽ ഇന്ന്. മാർച്ച് 24 ജർമ്മൻ ഭിഷഗ്വരനും സൂക്ഷ്മജീവി ശാസ്ത്രജ്ഞനുമായ ഡോക്ടർ ഹെൻറിച്ച് ഹെർമൻ റോബർട്ട് കോച്ച് മൈക്രോ ബാക്ടീരിയം ട്യൂബർക്യുലോസിസ് എന്ന ക്ഷയരോഗത്തിന് കാരണമായ ബാക്ടീരിയ കണ്ടെത്തിയതായി പ്രഖ്യാപിച്ചു. 19-ാം നൂറ്റാണ്ടിൻ്റെ മധ്യത്തിൽ ലോകത്തിലെ 7 മരണങ്ങളിൽ ഒന്നിന് കാരണമായ ഒരു രോഗബാധയുടെ കാരണം അങ്ങനെ കണ്ടുപിടിക്കപ്പെട്ടു. ഗോട്ടിംഗൻ സർവകലാശാലയിൽ മെഡിക്കൽ സ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ കോച്ച് പകർച്ചവ്യാധികളെക്കുറിച്ചുള്ള പഠനങ്ങളിലേക്ക് തിരിഞ്ഞിരുന്നു. ജോസഫ് ലിസ്റ്റർ, ലൂയിസ് പാസ്റ്റർ തുടങ്ങിയ പ്രമുഖ സൂക്ഷ്മജീവി ശാസ്ത്രജ്ഞരുടെ പ്രവർത്തനങ്ങൾ ഉണ്ടായിരുന്നിട്ടും 19-ാം നൂറ്റാണ്ടിൻ്റെ ഭൂരിഭാഗവും പ്രബലമായിരുന്ന കാഴ്ചപ്പാട് ഒരു വ്യക്തിയിൽ രോഗങ്ങൾ സ്വയമേവ ഉയർന്നു വരുന്നു എന്നതായിരുന്നു. തൻ്റെ മുൻഗാമികളുടെ പ്രവർത്തനങ്ങളെ പിന്തുണച്ച് സ്വന്തമായി വലിയ സംഭാവനകൾ നൽകിയ കോച്ച് ആ സിദ്ധാന്തങ്ങളെ ആകെ പൊളിച്ചെഴുതി. 1980-ലാണ് അദ്ദേഹം ക്ഷയരോഗത്തെക്കുറിച്ച് ഗൗരവമായ ഗവേഷണം ആരംഭിച്ചത്. 1882 മാർച്ച് 24 മൈക്രോ ബാക്ടീരിയം ട്യൂബർക്യുലോസിസ് എന്ന ബാക്ടീരിയയെ വേർതിരിച്ചെടുത്ത് ഈ വിഷയത്തെക്കുറിച്ചുള്ള തൻ്റെ നിർണായക പ്രബന്ധം അവതരിപ്പിച്ചു. ഓരോ വർഷവും 10 ദശലക്ഷം ആളുകൾ ക്ഷയരോഗത്താൽ വലയുന്നു. 2000 ആണ്ട് മുതൽ ക്ഷയരോഗത്തെ നേരിടാനുള്ള ആഗോള ശ്രമങ്ങൾ വഴി 58 ദശലക്ഷം ജീവൻ രക്ഷിച്ചു. 2030 TB ഇല്ലാതാക്കാനുള്ള ആഗോള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഓരോ വർഷവും ലോകാരോഗ്യ സംഘടന മാർച്ച് 24 ലോക ക്ഷയരോഗ ദിനമായി ആചരിക്കുമ്പോൾ നമുക്ക് നന്ദിയോടെ ഓർക്കാം ഹെർമൻ റോബർട്ട് കോച്ച് എന്ന ഭിഷഗ്വരനെ. ലോക ഒപ്റ്റോമെട്രി ദിനത്തോടനുബന്ധിച്ച് മാന്നാർ സാമൂഹികാരോഗ്യ കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ ഡ്രൈവർമാർക്കായി സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചു. മാന്നാർ പോലീസിന്റെ സഹകരണത്തോടെയായിരുന്നു ക്യാമ്പ്. ഞായറാഴ്ച രാവിലെ 10 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ നടന്ന ക്യാമ്പിൽ ഡ്രൈവർമാരുടെ കാഴ്ച പരിശോധിച്ച് കണ്ണട വേണ്ടവർക്കും തുടർ ചികിത്സ വേണ്ടവർക്കും ഡോക്ടറെ കാണേണ്ട ആളുകൾക്കും വേണ്ട നിർദ്ദേശങ്ങൾ നൽകി. മാന്നാർ നായർ സമാജം സ്കൂളിന് സമീപം നടന്ന ക്യാമ്പിന് മാന്നാർ CHSEയിലെ ഒപ്റ്റോമെട്രിസ്റ്റ് എബ്രഹാം വർഗീസ്, ചെറുതന കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ ഒപ്റ്റോമെട്രിസ്റ്റ് അരുൺകുമാർ, മാന്നാർ പോലീസ് സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസർ K നിധിൻ എന്നിവർ നേതൃത്വം നൽകി. അപ്പോൾ ഇന്ന് എല്ലാ വർഷവും പല വിവിധ പരിപാടികളോടെ ആണ് നമ്മൾ ഈ ദിനം ആചരിച്ചിരുന്നത്. ഇന്ന് മാന്നാർ സാമൂഹിക ആരോഗ്യ കേന്ദ്രവും മാന്നാർ പോലീസ് സ്റ്റേഷനുമായി സഹകരിച്ച് ഡ്രൈവേഴ്സിനുള്ള ഒരു കാഴ്ച പരിശോധനയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അത് ഈ ഡ്രൈവർമാർക്കൊക്കെ കാഴ്ചശക്തി കുറവുള്ളവരുണ്ടെങ്കിൽ അവരെ കണ്ടുപിടിച്ച് നമുക്ക് മാന്നാർ ഹോസ്പിറ്റലിൽ നിന്നോ അല്ലെങ്കിൽ ഇവിടെ നിന്നോ തന്നെ കണ്ണട പരിശോധിച്ച് അവരുടെ ഡ്രൈവിംഗ് കുറച്ചുകൂടി അതായത് നല്ല രീതിയിലാക്കുക എന്നുള്ളതാണ് നമ്മുടെ ഇന്ന് ഈ പരിശോധന കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വീണ്ടും ഒരു വിനോദയാത്രയുടെ ഹരത്തിലാണ് ചെങ്ങന്നൂരിലെ മുതിർന്ന പൗരന്മാരുടെ കൂട്ടായ്മ. ഇത്തവണ ആകാശത്തും കടലിലുമായുള്ള ഒരു വിശാല യാത്രയാണ് ഇവർ പ്ലാൻ ചെയ്തത്. ഞായറാഴ്ച രാത്രി സംഘം ചെങ്ങന്നൂരിൽ നിന്ന് യാത്ര തിരിച്ചു. ഞായറാഴ്ച രാത്രി ചെങ്ങന്നൂരിൽ നിന്ന് ബസ്സിൽ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെത്തിയ സംഘം ഇവിടെ നിന്ന് തിങ്കളാഴ്ച രാവിലെ മുംബൈയിൽ ഇറങ്ങും വിധമാണ് യാത്ര ക്രമീകരിച്ചത്. അവിടെ നിന്ന് ആഡംബര കപ്പലായ കോർഡിലിയ ക്രൂയിസിൽ കൊച്ചിയിലേക്ക് തിരിച്ച സംഘം 26 കൊച്ചി തുറമുഖത്തെത്തും. സീനിയർ സിറ്റിസൺസ് ഫോറം ചെങ്ങന്നൂർ യൂണിറ്റിലെ 44 അംഗങ്ങളാണ് ഉല്ലാസയാത്രയിൽ പങ്കെടുക്കുന്നത്. ഫോറം പ്രസിഡന്റ് PD ഷാജി, സെക്രട്ടറി KJ തോമസ് എന്നിവരുടെ നേതൃത്വത്തിലാണ് യാത്ര. 82-കാരനായ TM തോമസ് തുണ്ടിയിലാണ് സംഘത്തിലെ മുതിർന്ന അംഗം. മുംബൈയിൽ നിന്ന് കൊച്ചിയിലേക്ക് കപ്പൽ യാത്ര ചെയ്ത ഫോറം അംഗങ്ങളാണ് പുതിയ യാത്രയുടെ ആശയം അവതരിപ്പിച്ചത്. ഇത് എല്ലാവരും ഏറ്റെടുക്കുകയായിരുന്നു. ഇവരെ യാത്രയാക്കാൻ കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളും എത്തിയിരുന്നു. സംഘത്തിന്റെ ആദ്യ യാത്ര 2024 ഫെബ്രുവരിയിൽ വന്ദേ ഭാരത് ട്രെയിനിൽ കോഴിക്കോട്ടേക്കായിരുന്നു. 27 അംഗ സംഘം രാവിലെ 6-ന് ചെങ്ങന്നൂരിൽ നിന്ന് തിരിച്ച് കോഴിക്കോട്ടെത്തി. കോഴിക്കോടൻ കാഴ്ചകളും ഭക്ഷണ വിഭവങ്ങളും ആസ്വദിച്ച് അന്ന് തന്നെ മടങ്ങിയെത്തി. ഇത് മറക്കാനാവാത്ത അനുഭവമായിരുന്നു. ഏതായാലും ചെങ്ങന്നൂർ സീനിയർ സിറ്റിസൺസ് തന്നെയല്ല, പബ്ലിക്കിലൊന്നും ക്രൂയിസ് ഇൻട്രസ്റ്റഡ് ആയിട്ട് വലിയ സമൂഹം തന്നെ ഞങ്ങളുടെ കൂടെ വന്നിട്ടുണ്ട്. 1992 പ്രവർത്തനം ആരംഭിച്ച ചെങ്ങന്നൂർ സീനിയർ സിറ്റിസൺസ് ഫോറത്തിൽ 50-ലേറെ അംഗങ്ങളുണ്ട്.
സംഗമങ്ങളും അവയിലെ കലാപ്രകടനങ്ങളും ഇത്തരം ചില യാത്രകളുമായി വിരമിക്കൽ ജീവിതം ആഘോഷമാക്കുകയാണ് ഇവർ. വേഴപ്ര മേജർ കൊട്ടാരത്തിൽ ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ മീനഭരണി മഹോത്സവത്തിന് തുടക്കമായി. ഞായറാഴ്ച വൈകിട്ട് 6:30 തന്ത്രി മുഖ്യൻ താഴ്മൺമഠം ബ്രഹ്മശ്രീ കണ്ഠരര് മോഹനരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ ഉത്സവത്തിന് കൊടിയേറിയതോടെയാണ് 10 ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന ഉത്സവാഘോഷങ്ങൾ ആരംഭിച്ചത്. നവഗ്രഹ പ്രതിഷ്ഠയുള്ള കുട്ടനാട്ടിലെ ആദ്യ ക്ഷേത്രമാണ് വേഴപ്ര കൊട്ടാരത്തിൽ ശ്രീ ഭഗവതി ക്ഷേത്രം. എല്ലാ ദിവസവും നവഗ്രഹ പൂജയുള്ള ക്ഷേത്രം. ഞായറാഴ്ച രാവിലെ 5 മണി മുതൽ നിർമ്മാല്യ ദർശനവും തുടർന്ന് പതിവ് പൂജകളും നടന്നു. വൈകിട്ട് ഭക്തിസാന്ദ്രമായി നടന്ന തൃക്കൊടിയേറ്റിന് 100 കണക്കിന് ഭക്തജനങ്ങൾ പങ്കെടുത്തു. ഇനിയുള്ള 10 നാളുകളിൽ തോറ്റംപാട്ട്, പഞ്ചവാദ്യം, തിരുവാതിരക്കളി, നാടൻപാട്ട്, സംഗീത കച്ചേരി, ഭജൻസ്, ബാലെ തുടങ്ങിയ വിവിധ ക്ഷേത്രകലാ പരിപാടികളും ക്ഷേത്രാചാര ചടങ്ങുകളും നടക്കും. ഏപ്രിൽ 1 ചൊവ്വാഴ്ച രാത്രി 9:30 പഞ്ചവാദ്യത്തിൻ്റെയും നാദസ്വര മേളത്തിൻ്റെ അകമ്പടിയോടെ ആറാട്ടുവരവ്. രാത്രി 10:30 കൊടിയിറക്കും വലിയ കാണിക്കയും. ശേഷം അകത്തെഴുന്നള്ളിപ്പും ദീപാരാധനയും വെടിക്കെട്ടും കഴിയുന്നതോടെ ഈ വർഷത്തെ തിരുവുത്സവം സമാപിക്കും. ഇനി ഇന്നത്തെ അറിയിപ്പുകൾ. ആലപ്പുഴ ജില്ലയിലെ ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലെ വാർഡുകളിലെ പകൽ വീടുകളിൽ 2 കെയർ ഗീവറുടെ ഒഴിവുണ്ട്. ഈഴവ 1, ഓപ്പൺ 1 എന്ന രീതിയിലാണ് ഒഴിവുകൾ. +2 വയോജന സംരക്ഷണ മേഖലയിൽ നേടിയ പരിശീലനം എന്നീ യോഗ്യതകളുള്ള 18-നും 41-നും ഇടയിൽ പ്രായമുള്ളവർക്ക് അപേക്ഷിക്കാം. 7,000 മുതൽ 14,000 രൂപ വരെയാണ് ശമ്പളം. പ്രായത്തിന് നിയമാനുസൃത ഇളവുകൾ ബാധകമാണ്. യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ ഏപ്രിൽ 4-ന് മുൻപ് എല്ലാ അസൽ സർട്ടിഫിക്കറ്റുകളും സഹിതം ജില്ലയിലെ അതത് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകളിൽ നേരിട്ട് ഹാജരാകണം. ആലപ്പുഴ ജില്ലാ വ്യവസായ കേന്ദ്രത്തിന്റെയും കുട്ടനാട് താലൂക്ക് വ്യവസായ ഓഫീസിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ കുട്ടനാട് താലൂക്ക് പരിധിയിലുള്ള സംരംഭകരെ പങ്കെടുപ്പിച്ച് മാർച്ച് 25-ന് മങ്കൊമ്പ് ബ്രൂക്ക്ഷോർ ഹോട്ടലിൽ MSME ക്ലിനിക് 2025 സംഘടിപ്പിക്കും. താൽപ്പര്യമുള്ളവർ മുൻകൂട്ടി രജിസ്റ്റർ ചെയ്യണം. വിശദ വിവരങ്ങൾക്ക് 9567589884 എന്ന നമ്പറിലോ 9188127075 എന്ന നമ്പറിലോ ബന്ധപ്പെടാവുന്നതാണ്. IHRDയുടെ കീഴിൽ വിവിധ ജില്ലകളിൽ പ്രവർത്തിക്കുന്ന ടെക്നിക്കൽ ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ 2025-26 അധ്യയന വർഷത്തിൽ 8ാം ക്ലാസ് പ്രവേശനത്തിന് അർഹരായവരിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. എറണാകുളം ജില്ലയിൽ കലൂർ, കപ്രാശ്ശേരി, മലപ്പുറത്തെ വാഴക്കാട്, വട്ടംകുളം, പെരിന്തൽമണ്ണ, കോട്ടയത്തെ പുതുപ്പള്ളി, ഇടുക്കിയിലെ തൊടുപുഴയിലെ മുട്ടത്തും പത്തനംതിട്ടയിലെ മല്ലപ്പള്ളി എന്നിവിടങ്ങളിലും പ്രവർത്തിക്കുന്ന സ്കൂളുകളിലാണ് പ്രവേശനം. അപേക്ഷകർ 2025 ജൂൺ 1-ന് 16 വയസ്സ് തികയാത്തവരായിരിക്കണം. 7ാം ക്ലാസ്സോ തത്തുല്യ പരീക്ഷയോ പാസ്സായവർക്കും പരീക്ഷാഫലം കാത്തിരിക്കുന്നവർക്കും അപേക്ഷിക്കാം. അപേക്ഷകൾ നേരിട്ടും ihrd.kerala.gov.in എന്ന വെബ്സൈറ്റ് മുഖേന ഓൺലൈനായും സമർപ്പിക്കാം. അപേക്ഷകൾ ഓൺലൈനായി ഏപ്രിൽ 7-ന് വൈകിട്ട് 4 വരെയും സ്കൂളിൽ നേരിട്ട് ഏപ്രിൽ 9-ന് വൈകിട്ട് 4 വരെയും സമർപ്പിക്കാം. ആലപ്പുഴ, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലെ വാർത്തകൾക്കും ലൈവ് പ്രോഗ്രാമുകൾക്കുമായി മാന്യപ്രേക്ഷകർ കുട്ടനാട് കേബിൾ വിഷൻ എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നു സ്വപ്ന ജ്വല്ലറി. അഴകേറും സ്വപ്നങ്ങൾക്ക് നിറവേകും സ്വപ്ന ജ്വല്ലറി, ചങ്ങനാശ്ശേരി. സ്വർണം ഗ്രാമിന് 8,215 രൂപ, പവന് 65,720 രൂപ. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.